ഇരുമ്പ് പാളികൾ അടുക്കി വെച്ച് അതിന്റെ നടുവിലൂടെ ഈയമുരുക്കി വെച്ചിട്ട് ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ ചക്രവർത്തി യജൂജ് മഅജൂജിനെ തടയിടാൻ വേണ്ടി സമൂഹത്തിന്റെ ഇടയിലൂടെ ഒരു വലിയ വൻമതിൽ നിർമ്മിച്ചു. സഹോദരങ്ങളെ, ആ വൻമതിൽ ഏതാണ്? ചൈനയിലെ വൻമതിലാണെന്ന് അഭിപ്രായം പറയുന്നവരുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹുവിന്റെ റസൂൽ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ ഇൽമ പഠിക്കണേ. 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചൈന എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറയാനുള്ള കാരണം എന്താ? അറബികൾക്ക് ചൈനയിലേക്ക് എത്താനെന്ന് വലിയ ദുർഘടമാണ്. ഒരു മനുഷ്യന് പോലും എത്താൻ പറ്റാത്ത നാടാണ് അന്നത്തെ സീൻ, ചൈന എന്ന് പറയുന്ന സീൻ. ഇത് രണ്ടുകൂടി യോജിപ്പിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാര് പറയുന്നു, ചൈനയുടെ വൻമതിലിന്റെ ഏതോ ഒരു ഭാഗത്താണ് ഈ യജൂജ് മഅജൂജ് നിലനിൽക്കുന്നതെന്ന്. ഇത് പ്രാമാണികമായ പ്രബലമായ പ്രവാചകന്റെ ഹദീസുകളുടെ പിൻബലത്തിലുള്ള രേഖയല്ല. ഇതിനെ മുഴുവനും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആധുനിക പണ്ഡിതന്മാരിൽ പലരും പറയുന്നുണ്ട്, അങ്ങ് മറുഭാഗത്ത് ചൈനയുടെ ഏതോ ഒരു ഭാഗത്താണ് ദുൽഖർനൈൻ ചക്രവർത്തി പണികടിച്ച വൻമതിലെന്ന്. ലോകത്തിന്റെ മുഴുവനും വർത്തമാനകാലത്തിന്റെ നടുവിലേറെ സങ്കീർണമായ ലോകാവസാനത്തിന്റെ ചർച്ചകൾ വരുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,